ലൈവിലേക്ക് വീണ്ടും കൊച്ചി കലൂരിലെ ബാറിലുണ്ടായ വെടിവെപ്പാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. വെടിവെപ്പിൽ 2 ജീവനക്കാർക്ക് വെടിയേറ്റു. വെടിവെച്ച സംഘം ബാർ മാനേജരെയും മർദ്ദിച്ചു. തുടർന്ന് അക്രമികൾ കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. കാർ പിന്നീട് മൂവാറ്റുപുഴ മുടവൂരിൽ നിന്നും കണ്ടെത്തി. ഫോറൻസിക് സംഘം വെടിവെപ്പുണ്ടായ ബാറിൽ പരിശോധന നടത്തി. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, കഴിഞ്ഞ രാത്രിയിലുണ്ടായ വെടിവെപ്പ് സംഭവം നടന്ന് 12 മണിക്കൂർ കഴിഞ്ഞിട്ടും ഈ പ്രതികളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല, അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഇത് ആസൂത്രിതമായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു ഇത്? ടോം, കഴിഞ്ഞ ദിവസം രാത്രി ഏതാണ്ട് 11:30യോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഇവിടെ കത്രിക്കടവ പരിസരത്തുള്ള ബാറിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇവിടെ എത്തിയ ആളുകൾ അവിടെ സർവ് ചെയ്യുന്നവർ, മദ്യം വിളമ്പുന്നവരുമായി ഉണ്ടായ ഒരു തർക്കമാണ് ഈ ഒരു വിഷയത്തിലേക്കെല്ലാം എത്തിച്ചത്. അതൊരു ആസൂത്രിതം എന്ന് പറയാവുന്ന രീതിയിലല്ല, വളരെ ഇതായിട്ട് സംഭവിച്ചു പോയതാണ് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇത്തരം സംഘങ്ങൾ, ഈ ഒരു ഗുണ്ടാ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഈ മേഖല കേന്ദ്രീകരിക്കുകയും ഈ ഒരു സ്ഥലം, ഈ പ്രത്യേക ഈ ബാർ തന്നെയും പലപ്പോഴും ഈ രീതിയിലുള്ളൊരു കയ്യേറ്റങ്ങൾക്ക് മുൻപും അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന വിവരം പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നേരത്തെയും നോർത്ത് പോലീസിൽ ഇത് സംബന്ധിയായ പരാതികളും ഇതിനു മുൻപ് ലഭിച്ചിട്ടുള്ള കാര്യവുമുണ്ട്. പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവം ഒട്ടും ആസൂത്രിതം എന്ന് കരുതുന്നില്ല, പോലീസ് കരുതുന്നില്ല. അവിടെ സംഭവിച്ചു പോയതാണ്. ഈ വാക്ക് തർക്കത്തിനൊടുവിൽ ഇത് സംഭവിക്കുകയായിരുന്നു. ഇന്നലെ മദ്യം വിളമ്പുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കം, 2 വെയിറ്റേഴ്സ് അവരുമായിട്ടുണ്ടായ തർക്കം, ജീവനക്കാരുമായുണ്ടായ തർക്കം, സുബിനും അഖിൽ എന്ന് പറയുന്ന 2 ജീവനക്കാരുമായിട്ടാണ് ഈ സംഘം ആദ്യം തർക്കത്തിലേർപ്പെടുന്നത്. ഈ 4 സംഘം അകത്തേക്ക് വരികയും മദ്യപാനം തുടരുകയും എല്ലാം ചെയ്തു. പിന്നീട് ഈ മദ്യം വിളമ്പുന്നതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും കാര്യങ്ങളുമാണ് 2 പേരെയും തന്നെ പ്രകോപിപ്പിക്കുന്നത്. തുടർന്ന് തർക്കമാകുന്നു. ഇതിനിടയിൽ മാനേജർ ജിതിൻ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്യുന്നു. ഈ ജീവനക്കാരുമായുണ്ടായ തർക്കവും അതൊരു കയ്യേറ്റത്തിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് മാനേജർ ഇടപെടുന്നത്. തുടർന്ന് മാനേജർക്കും ഇതിൽ ഇവരുടെ കയ്യിൽ നിന്ന് മർദ്ദനമേൽക്കേണ്ടി വന്നു. തർക്കം ഈ ബാറിന് വെളിയിലേക്ക് വരുന്നു, റോഡിലേക്ക് വരുന്നു. ഇവിടെ വെച്ചാണ് ഈ പുറത്ത് വെച്ചാണ് ഇയാൾ തോക്ക് കയ്യിലെടുക്കുന്നത്. ഇതൊരു എയർ പിസ്റ്റളാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ നിന്ന് വെടിയുതിർക്കുകയും ഈ സുബിൻ്റെ വയറ്റിൽ വെടിയേൽക്കുകയും ചെയ്യുന്നു. അഖിലിൻ്റെ കാലിലാണ് വെടിയേറ്റത്. ഇവരെ ഈ സംഭവം വലിയ രീതിയിലേക്ക് മാറുന്നു എന്നത് കണ്ടതാണ് പിന്നീട് പോലീസ് എത്തുകയും എല്ലാം തന്നെ ചെയ്തു. അപ്പോഴേക്കും ഇവർ കടന്നു കളയുകയും ഈ 4 സംഘം കടന്നു കളഞ്ഞു. ജീവനക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഈ സുബിനെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയിട്ടുണ്ട്. വയറ്റിലെ വെടിയുണ്ട കയറിയ സാഹചര്യത്തിലാണ് അടിയന്തരമായിട്ട് തന്നെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കുകയും ചെയ്തു. പോലീസ് ഇപ്പോൾ പറയുന്നത് ഇത് സംബന്ധിയായ അന്വേഷണങ്ങൾ നടത്തുന്നു. ഈ കാറ് വാടകയ്ക്കെടുത്താണ് ഇവരിവിടേക്ക് എത്തിയതെന്നാണ്. ഈ കാർ ഉടമയുടെ വിലാസവും കാര്യങ്ങളും എല്ലാം തന്നെ പോലീസ് ട്രാക്ക് ചെയ്തു. പിന്നീട് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി. അപ്പോൾ ഈ കാർ ഉടമസ്ഥൻ തന്നെ നേരത്തെ തന്നെ ഈ കാറ് വിറ്റതാണ്, മറ്റൊരാൾക്ക് തന്നെ വിറ്റതാണ് എന്നാണ് പറയുന്നത്. ഇവർ ഇത് റെൻ്റ് കാർ എന്ന സംവിധാനത്തിൽ അല്ലെങ്കിൽ കാർ വാടകയ്ക്ക് കൊടുക്കുന്ന രീതിയിൽ ഇവർക്ക് മറ്റൊരു സ്ഥാപനത്തിൽ ഏൽപ്പിക്കും. അവിടെ നിന്നാണ് ഇവർ ഈ കാറ് ഏറ്റെടുക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. കാറ് പിന്നീട് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പക്ഷേ ഈ 4 സംഘത്തെക്കുറിച്ച് കാര്യമായ രീതിയിലേക്ക് പോലീസിന് വിവരം ലഭിച്ചിട്ടുള്ള CCTV ഫുട്ടേജസ് അടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇവരാണോ എന്ന കാര്യത്തിൽ പോലീസിന് സംശയമുണ്ട്. അത് സംബന്ധിയായ കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. എന്തായാലും ഈ സ്ഥലത്ത് നേരത്തെയും പരാതികൾ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പോലീസ് അക്രമികളെ കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? ഇവരുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച് ഏതെങ്കിലും ഗുണ്ടാ സംഘങ്ങളാണോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ഈ പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ടോ? ടോം, ഇതുവരെയും പോലീസ് അത്തരമൊരു വ്യക്തമായ സൂചനകൾ സംബന്ധിച്ച് പോലീസിനൊരു വിവരം നൽകിയിട്ടില്ല എന്നതാണ്. കാരണം ഇത് സംബന്ധിച്ച് പോലീസ് പറയുന്ന അവരെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ പോലീസിനെ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഈ അക്രമി സംഭവത്തെക്കുറിച്ച് പോലീസിന് സൂചന ഉണ്ടെങ്കിൽ അതെന്ത് എന്നത് സംബന്ധിച്ച് പോലീസ് മാധ്യമങ്ങൾക്കോ മറ്റോ പുറത്തേക്ക് വന്ന് വിശദാംശങ്ങൾ നൽകിയിട്ടില്ല. പക്ഷേ ഈ ഗുണ്ടാ സംഘങ്ങൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ തന്നെയാണ് എന്നാണ് പോലീസ് നൽകുന്ന ചില സൂചനകൾ ഉള്ളത്. അത്തരം ആളുകൾ സംബന്ധിച്ച്
സംബന്ധിച്ച കൃത്യമായ വിവരങ്ങളിലേക്ക് പോലീസ്, നിഗമനങ്ങളിലേക്ക്, അനുമാനങ്ങളിലേക്കെല്ലാം പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടുതൽ അന്വേഷണങ്ങൾ സംബന്ധിച്ച് നടക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതികളിലേക്ക് വൈകാതെ എത്തിച്ചേരാൻ കഴിയും, ഇവരെ പിടികൂടാനായിട്ട് സാധിക്കുമെന്നത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞെങ്കിൽ പോലും ആരും തന്നെ പോലീസിൻ്റെ ഒരു കസ്റ്റഡിയിലേക്ക് വന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇവരെക്കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ഈ ഒരു വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് അറിയാനായിട്ട് കഴിയുന്നുണ്ട്. വൈകാതെ തന്നെ ഇവരെ കസ്റ്റഡിയിലെടുക്കാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഇങ്ങനെയുണ്ടായൊരു സംഭവം കൊച്ചിയിൽ ഈ പൊതുനിരത്തിൽ തന്നെ തോക്കെടുക്കുന്ന ഒരു കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. അടുത്തയിടെയായിട്ട് ഗുണ്ടാ സംഘങ്ങളെ പോലീസ് അമർച്ച ചെയ്യുന്നു എന്നെല്ലാം തന്നെ ആത്മവിശ്വാസം അത് തന്നെയാണ് കാരണം ഏറെ ആശങ്കപ്പെടുന്ന കാര്യം. കാരണം മലയാളികൾ കഴിഞ്ഞ 5 വർഷം മുൻപ് എടുത്തു നോക്കിയാൽ ഇത്തരമൊരു ഒരു സംസ്കാരം കേരളത്തിൽ ഇല്ലാത്തതാണ്. പക്ഷേ ഈ സമീപകാലത്ത് ഇതുപോലുള്ള വാർത്തകൾ പലയിടങ്ങളിലും കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് പാലക്കാട്ടെ ഒരു ബാറിൽ വെടിവെപ്പ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ വർഷമാണ് കൊച്ചിയിൽ വൈറ്റിലയിൽ ഒരു ബാറിൽ വെടിവെപ്പ് ഉണ്ടാകുന്നത്. മാത്രമല്ല ഡാനിയൽ, നമ്മൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തയാണ് കോതമംഗലത്ത് ഒരു ദന്തൽ കോളേജ് വിദ്യാർത്ഥിനിയെയും ആൺസുഹൃത്ത് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. മാനസ എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ വാർത്തയും ഈ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു സഹോദരനെ വസ്തുതർക്കത്തിന്റെ പേരിലൊക്കെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവങ്ങളൊക്കെ സാധാരണ ഇത്തരം ഈ വെടിവെപ്പുള്ള അല്ലെങ്കിൽ തോക്കെടുക്കുന്ന ഒരു സംസ്കാരമൊക്കെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ കേരളത്തിലും ഇതുപോലുള്ള ഈ തോക്കെടുക്കുന്ന സംസ്കാരത്തിലേക്ക് ആ പകവീട്ടലിലേക്കൊക്കെ മലയാളികൾ മാറുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ സംഭവങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്, അല്ലേ? ടോം, അങ്ങനെ കരുതേണ്ടി വരുന്നു. കാരണം ഒരു അടുത്ത സ്റ്റേജ് എന്ന രീതിയിലേക്ക് പലപ്പോഴും ഇതിനെ കാണും. കാരണം നേരത്തെ അല്പം മുമ്പ് സംസാരിക്കുമ്പോൾ പോലും ഈ വടിവാൾ എന്ന രീതിയിൽ ഗുണ്ടാ സംഘങ്ങൾ വലിയ ആയുധം, അത് അവരുടെ ഒരു ഉപയോഗം എന്ന രീതിയിലേക്ക് തന്നെ മാറുന്നു. നമ്മൾ അടുത്തിടെയെല്ലാം കുറേ നാൾ മുമ്പ് തന്നെ എല്ലാം തന്നെ പത്രങ്ങളിൽ പതിവായിട്ട് വായിച്ചിരുന്നത് അല്ലെങ്കിൽ വാർത്തകളിലേക്കെല്ലാം തന്നെ വരുന്നതെല്ലാം വടിവാൾ എടുത്ത് വീശി ഗുണ്ടാ സംഘങ്ങളുടെ ആക്രമണം അല്ലെങ്കിൽ അതുപോലത്തുള്ള കാര്യങ്ങളെല്ലാമായിരുന്നു. പക്ഷേ അത്തരം തലക്കെട്ടുകളുടെ അടക്കം സ്ഥാനം കഴിഞ്ഞിരുന്നു. ഇപ്പോൾ തോക്ക് കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ മാറുകയാണ്. പലയിടത്തും അത് എയർ പിസ്റ്റൾ അടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് എങ്കിൽ കൂടിയും അത് ഒരു ഞെട്ടിപ്പിക്കാൻ കഴിയുന്ന ആദ്യഘട്ടത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ തോക്കുകളുടെ ഘടനയും കാര്യങ്ങളും എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. എയർ പിസ്റ്റളാണോ എന്നതെല്ലാം തന്നെ രണ്ടാമതേ വരുന്നുള്ളൂ. പക്ഷേ ഇതെല്ലാം വളരെ ലൈസൻസ് ഇല്ലാതെ കൊണ്ടു നടക്കാൻ കഴിയുന്ന തോക്കുകൾ വളരെയധികം അതിന് ആവശ്യക്കാരെ കൂടി വരുന്നതെല്ലാം തന്നെ ഈ വിപണിയിലുള്ളവർ തന്നെ എല്ലാം പറയുന്നുണ്ട്. പലരും ഈ രീതിയിൽ തുടക്കത്തിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇതിൻ്റെ ഒരു അപ്പിയറൻസ് ഇതുകൊണ്ട് നടക്കുന്നതെല്ലാം തന്നെ കഴിയുന്നു എന്നതാണ്. പല ഗുണ്ടാ സംഘങ്ങളുടെയും അല്ലെങ്കിൽ ഈ രീതിയിൽ സഞ്ചരിക്കുന്ന പലരുടെയും പക്കൽ ഇത് വന്നിട്ടുണ്ട്. ഇത് ഉപയോഗിക്കുന്നുണ്ട്. വളരെ ക്ലോസ് റേഞ്ചിൽ ഇത് ഉപയോഗിക്കുന്നത് ഒരു പരിധിവരെയും വലിയ രീതിയിൽ അപകടം സൃഷ്ടിക്കുകയും എല്ലാം തന്നെ ചെയ്യും. ഇത് ഇപ്പോൾ ഈ ഒരു സംഭവവും എല്ലാം അങ്ങനെ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് പോലീസും കാണുന്നത്. ഈ രീതിയിൽ ഒരു വലിയ രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പല ഗുണ്ടാ സംഘങ്ങളും തോക്ക് കൊണ്ട് നടക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചിത്രം തന്നെയാണ് കൊച്ചിയിലുണ്ടായതും. ടോം സൂചിപ്പിച്ച പല സംഭവങ്ങളും ഇതിലേക്ക് തന്നെ വിരൽ ചൂണ്ടുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ തോക്ക് നിർമ്മിച്ച് നൽകുന്ന അവർ തന്നെയുണ്ട്. നാടൻ തോക്കുകളടക്കം അപകടകരമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഇവർ പലപ്പോഴും കൊണ്ടു നടക്കുന്നവരെല്ലാം തന്നെ പതിവാകുന്നൊരവസ്ഥയിലേക്കെല്ലാം തന്നെ വരുന്നു. എന്തായാലും ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ടോം പറഞ്ഞ ഒരു കാര്യം, ഈ ഒരു ശൈലി മാറുന്നു, ശീലങ്ങൾ മാറുന്നു എന്നതെല്ലാം തന്നെയാണ്. ലൈസൻസ് ഇല്ലാതെയും കൊണ്ടു നടക്കാൻ കഴിയുന്ന ഇത്തരം തോക്കുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല, അത് സൃഷ്ടിക്കുന്ന ഭീകരാന്തരീക്ഷം അതും ചെറുതല്ല. പോലീസ് ഗൗരവത്തോടുകൂടി ഇടപെടേണ്ട ഒരിടമായിട്ട് തന്നെ മാറുകയും ചെയ്യുന്നുണ്ട്. ടോം, വ്യക്തമാണ്. ഡാനി സൂചിപ്പിച്ചതുപോലെ ഒരു അപകടകരമാണ് ഒരു സൂചനയാണ് ഇതുപോലെ. കാരണം മുൻപൊക്കെ കൊച്ചി അടക്കമുള്ള നഗരങ്ങളിൽ വടിവാളുമായി നടക്കുന്ന കൊട്ടേഷൻ സംഘങ്ങളെയും ഗുണ്ടാ സംഘങ്ങളെയും കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ശൈലി മാറുന്നു എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണത്. ശക്തമായ നടപടിയാണ് ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്.